ഉണ്ണി സെൽവലിംഗം തിരക്കഥയൊരുക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് ബൾട്ടി. ഷൈനികത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ഒരു സിനിമ കൂടിയാണ് ബൾട്ടി. ഷൈനികത്തിൻ്റെ എല്ലാ സിനിമകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രത്തിനും ഒരു പ്രത്യേക അപ്പിയറൻസ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ആ കഥാപാത്രത്തിന് വേണ്ടിയാണെങ്കിലും ആ ഒരു രൂപത്തിന് വേണ്ടിയാണെങ്കിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള എഫേർട്ട് എടുക്കാറുണ്ട്. അത് ഈ സിനിമയിലും വ്യക്തമാണ്. അപ്പിയറൻസിൽ മാത്രമല്ല, പെർഫോമൻസിലും അദ്ദേഹം ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബൾട്ടി ഒരു സ്പോർട്സ് ആക്ഷൻ ഫിലിമാണ്. നമ്മൾ ട്രെയിലറിലും ടീസറിലൊക്കെ കണ്ടതുപോലെ തന്നെ കബഡിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സ്പോർട്ട്. അപ്പം പിന്നെ കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സോഡാ ബാബു. ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അൽഫോൺസ് പുത്രനാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അൽഫോൺസ് പുത്രൻ ആക്ടറായി സിനിമകളിലൂടെ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സോഡാ ബാബു എന്ന കഥാപാത്രം തീർച്ചയായിട്ടും വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സ്വാഗും കുറച്ച് പരിപാടികളും എല്ലാം അൽഫോൺസ് കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ള മൈന്യൂട്ട് പരിപാടികളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗംഭീരമായിട്ട് ഈ വേഷം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രിയത്തിൻ്റെ ജീമ എന്ന കഥാപാത്രവും നമുക്ക് ഭയങ്കര പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്.